ഡൽഹിയിൽ നിന്ന് കവിത ചേച്ചിയായിരിക്കാം ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അത് നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഉത്തരേന്ത്യയിലെ അനുഭവങ്ങളും കണ്ണനുമായിട്ടുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരനുഭവം. ശ്രീകാന്ത് സാർ, എൻ്റെ ഈ അനുഭവം വായിക്കണേ. എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഡൽഹിയിലാണ്. എൻ്റെ പേര് കവിത. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഭാഗവത പാരായണം നടക്കുന്നു 7 ദിവസം. അവസാനത്തെ ദിവസം കൃഷ്ണൻ രാധാ കല്യാണം. അന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. രാധാകൃഷ്ണ ഡാൻസ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു മയിൽപ്പീലി, മഞ്ഞപ്പട്ട്, സിന്ദൂരമൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്തുകൊണ്ട് എനിക്ക് നടയിലൊന്നും വെക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്. ഞാനിനി എങ്ങനെ അത് കൊടുക്കുമെന്ന് വിചാരിച്ചു. നാളെ കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടോ. അവസാനത്തുള്ള ഡാൻസ് തുടങ്ങിട്ടോ. കൃഷ്ണൻ രാധയും അതിമനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. ഞാനിതൊക്കെ പിടിച്ച് ഡാൻസ് കാണുക. കുറേ പെണ്ണുങ്ങളൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവസാനം ഇരിക്കുക. എവിടെ നോർത്ത് ഇന്ത്യയിൽ പെണ്ണുങ്ങളൊപ്പം ഡാൻസ് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മയിൽപ്പീലി ഞാൻ കൊടുത്തില്ല കേട്ടോ. ആ ഒരു വിഷമമുണ്ട് എനിക്ക്. അപ്പം കൃഷ്ണനായിട്ട് ഡാൻസ് ചെയ്ത ആള് അവസാനത്തേക്ക് വന്ന് എൻ്റെ കൈ പിടിച്ച് മുന്നിൽ കൊണ്ടുപോയി കൈ എൻ്റെ അടുത്ത് നീട്ടി. ഞാൻ ആ മയിൽപ്പീലി, മഞ്ഞപ്പട്ട്, സിന്ദൂരം കൊടുത്തു. ആ കയ്യിൽ തന്നെ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭഗവാനെ, മയിൽപ്പീലി ഇത്ര ഇഷ്ടമാണോ? സന്തോഷം കൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല സാർ. ഇതൊന്ന് വായിക്കണേ. ഹരേ കൃഷ്ണ. ഇതൊക്കെയല്ലേ വായിക്കേണ്ടത്. ആ നിൽക്കുന്നതും ആ കണ്ണനായിട്ട് വേഷമിട്ട കുട്ടി മുന്നോട്ട് വരുന്നതും അമ്മയുടെ കയ്യിൽ നിന്ന് ആ മയിൽപ്പീലി വാങ്ങുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുട്ടോ. ഞങ്ങളുടെ മനസ്സിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുഖം. വേറെ ഒന്നും പറയാനില്ല. ഗ്രൂപ്പിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ദിവസവും ഉച്ചപൂജാലങ്കാരം അറിയാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. ഹരേ കൃഷ്ണ.